ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ കുടുംബത്തിലോ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ ഒത്തിരി പ്രിപ്പയർ ചെയ്യാണ്. ഇനി ഒരു കല്യാണമായിക്കോട്ടെ, ഒരു മാമോദീസ് ആയിക്കോട്ടെ, ഇനി ഒരു മരണമായിക്കോട്ടെ, എന്തായിക്കോട്ടെ, എന്ത് കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ഒരുങ്ങും, പ്രിപ്പയർ ചെയ്യും. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ക്രമീകരിക്കും. ഇതെല്ലാം മനുഷ്യ സഹജമാണ്. എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിൽ അങ്ങനെ ഒരു ഇതുണ്ട്. അത് ഒരു ചിലർക്ക് പ്രത്യേക കഴിവാണ്. ചില പ്രിപ്പറേഷൻസ്, ഭക്ഷണം ഉണ്ടാക്കുക, ചില ആളുകൾ ഭക്ഷണം ഉണ്ടാക്കുക, എന്ത് പ്രിപ്പയർ ചെയ്ത് എത്ര മനോഹരമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാറ്. അങ്ങനെയെല്ലാം പ്രിപ്പറേഷൻ നടത്തുന്നത്. എന്നാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ദൈവമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കുന്ന ചില പ്രിപ്പറേഷൻസ് ഉണ്ട്. അതാണ് മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുകയാണ്, ഇതാ നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിൻ്റെ വഴി ഒരുക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുമ്പേ വഴി ഒരുക്കാൻ ഒരു ദൂതനെ ദൈവം സന്നദ്ധമാക്കിയിട്ടുണ്ട്. ആ ദൂതൻ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ദൈവത്തിൻ്റെ ദൂതനാണ്. അവൻ നമുക്ക് വേണ്ടി വഴി ഒരുക്കും. നമ്മൾ ദൈവമായിട്ടൊന്ന് ചേർന്ന് നിന്നാൽ മതി. പലപ്പോഴും നമ്മുടെ വഴികൾ തടസ്സപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റാതെ നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, ദൈവം ഒരുക്കുന്ന വഴിയിലൂടെ അല്ല നമ്മൾ യാത്ര ചെയ്യുന്നത്. അത് തിരിച്ചറിയുക. കാരണം എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു ദൂതനെ വഴി ഒരുക്കാൻ വിട്ടിട്ടുണ്ട്. നമ്മൾ ദൈവത്തിലാണ് ആശ്രയിച്ച് പോകുന്നെങ്കിൽ നമ്മൾ പോകുന്ന വഴിയിലെ തടസ്സങ്ങളെല്ലാം ദൈവം എടുത്തു മാറ്റും. കാരണം ദൂതൻ നമുക്ക് വേണ്ടി അതിന് വഴിയൊരുക്കിക്കൊണ്ട് നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും. അത് ദൈവത്തിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും വഴികൾ തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും കാര്യങ്ങൾ ഒരുക്കമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കാതെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദൈവത്തിന് കൊടുക്കുക. ദൈവം ദൂതനെ വിടും. നിങ്ങൾക്ക് വേണ്ടി ദൂതനെ വിട്ടിരിക്കും. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിത തടസ്സങ്ങൾ മാറട്ടെ. ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കുന്ന ദൂതനെ, അവന് വഴിയൊരുക്കാൻ വിട്ടുകൊടുക്കുക. അവന് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം, ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ ദൈവം ഒരുക്കുന്ന വഴിയിലൂടെ യാത്ര ചെയ്ത് ദൂതൻ നമുക്ക് വേണ്ടി വഴിയൊരുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുങ്ങാം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസും നമ്മെല്ലാവരുടെ മേലെന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.